ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് കേരമീനാണ്. കറി വെക്കാൻ അടിപൊളി ഒരു മീനാണ്. ഇത് നമ്മൾ പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇത് വെച്ച് നമ്മൾ ഒരു ഡിഫറെൻറ്റ് കറിയാണ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാനുള്ള തേങ്ങ നമ്മൾ വറുത്തെടുക്കുവാണ്. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടിയത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് പാകത്തിന് തന്നെ ഒന്ന് മൂപ്പിച്ച് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടണം, എന്നാലാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് പാകത്തിന് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്താൽ മതി. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു 3 കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് നടുവേ പിളർന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 15 ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ആകെ മാറിപ്പോകും. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് എടുത്ത് അരച്ചു കഴിഞ്ഞാൽ നല്ല വെണ്ണ പോലെ നമുക്കിത് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത്രയും വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് കറി പാകത്തിന് ചാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുത്ത് പാകത്തിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയോളം നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്താൽ മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു തവി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്